നമസ്കാരം. ധനുഷ് പി എസ് സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 7 നടന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കാറ്റഗറി കോഡ് 482/2023 ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 104/2024 ആണ്. സീമാനന്ദ പോസ്റ്റിലേക്ക് നടന്ന ഡിപ്പാർട്ട്മെൻറ്റ് പോർട്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. 1, 2, 4 എന്നിവ ശരിയാണ്. നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. മൗലിക അവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ഓപ്ഷൻ എ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ബി സമത്വത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം, സമ്മതിദാന അവകാശം. ആൻസർ ഓപ്ഷൻ സി, ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1949 നവംബർ 26. 1949 നവംബർ 26, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി. നിർദ്ദേശ തത്വങ്ങൾ മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം? ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം? ഓപ്ഷൻ സി, 1951. 1951 ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തത് ഏതാണ്? ശരി അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 മാത്രം. ശരിയല്ലാത്തത് ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി ആയിരുന്നുള്ളതാണ് ശരിയല്ലാത്ത ഓപ്ഷൻസ് വരുന്നത്. നെക്സ്റ്റ് വൺ, സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാം സെ അച്ഛ മുഹമ്മദ് ഇക്ബാലാണ്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാ എന്നത് ഗാന്ധിജി ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ് ശരിയല്ലാത്തത്. 4 മാത്രമാണ് ശരിയല്ലാത്തത്. 4-ാമത്തെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായി വരേണ്ടത്. നെക്സ്റ്റ് വൺ, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. ഓപ്ഷൻ ബി, രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് തിരഞ്ഞെടുക്കുക? ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 1, സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് എടുത്തതാണ് ദേശീയ മുദ്ര. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. നെക്സ്റ്റ് വൺ, കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? ആൻസർ 1809 ജനുവരി 11. 1809 ജനുവരി 11. നെക്സ്റ്റ് വൺ, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, മലബാർ കലാപം നടന്നത് 1921. മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. ആൻസർ ഓപ്ഷൻ ഡി, 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 1, 3.
നെക്സ്റ്റ് വൺ, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ഗൗരി പാർവതി ഭായ്. പ്രൈമറി വിദ്യാഭ്യാസം ഗൗരി പാർവതി ഭായ്. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആറ്റിങ്ങൽ കലാപം. സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് വൺ, പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് എന്നാണ്? പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, 1805 നവംബർ 30. 1805 നവംബർ 30. 1805 നവംബർ 30. വീരചരമം പ്രാപിച്ചത് 1805 നവംബർ 30. നെക്സ്റ്റ് വൺ, മാനവവികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ്. ഏതാണ്? സ്വിറ്റ്സർലൻഡാണ് മുൻപിൽ നിൽക്കുന്ന രാജ്യം. മാനവവികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന ആരാണ്? സ്വിറ്റ്സർലൻഡാണ്. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? സാക്ഷരതാ നിരക്ക് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 94% സാക്ഷരത ഉള്ളത്. നെക്സ്റ്റ് വൺ, സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏതാണ്? സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏതാണ്? ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ. സാമ്പത്തിക ആസൂത്രണം സോവിയറ്റ് യൂണിയനാണ്. നെക്സ്റ്റ് വൺ, ഭക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഭക്രാനങ്കൽ ഡാം എവിടെയാണ് ഉള്ളത്? ആൻസർ സത്ലജ് നദി. ഓപ്ഷൻ ബി, സത്ലജ് നദി. ഭക്രാനങ്കൽ സത്ലജ് നദി. നെക്സ്റ്റ് വൺ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഹോമി ജഹാംഗീർ ഭാഭ. അറ്റോമിക്കൊക്കെ വരുന്നതിൻ്റെ കൂടെയുള്ളതാണ്. ഹോമി ജഹാംഗീർ ഭാഭ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഹോമി ജഹാംഗീർ ഭാഭയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ലളിതകലാ അക്കാദമി ആസ്ഥാനം ന്യൂഡൽഹിയാണ്. താഴെ പറയുന്നവയിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ റെയിൽവേ മന്ത്രി ആരായിരുന്നു? ജോൺ മത്തായി. ഓപ്ഷൻ ഡി, ജോൺ മത്തായി. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, ഡിസംബർ 14. ഡിസംബർ 14 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം. ഡിസംബർ 14. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം നോക്കാം. 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, എല്ലാം ശരിയാണ്. ജൂലൈ 14 ഓഗസ്റ്റ് 5 23 എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ കൊടുത്തത്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരി അല്ലാത്ത പ്രസ്താവനകൾ. 2ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന അല്ലേ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ കൊടുത്തത്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകളും
ശരിയല്ലാത്തവ മാത്രം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, വാഴച്ചാൽ പത്തനംതിട്ട. അല്ലേ, വാഴച്ചാൽ പത്തനംതിട്ടയാണ് ശരിയല്ലാത്തത്. തുഷാരഗിരി കോഴിക്കോട്, ചീയപ്പാറ ഇടുക്കി, പാലരുവി കൊല്ലം. പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വൺ, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മത്സ്യബന്ധന മേഖലയെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നോക്കാം. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. 1984 തിരുവനന്തപുരം മിസ് കേരള പ്രധാനപ്പെട്ടത്. 84 തിരുവനന്തപുരം മിസ് കേരള പ്രധാനപ്പെട്ടത്. ഓക്കെ അല്ലേ? 84 തിരുവനന്തപുരം മിസ് കേരള. ഇത്രയും എന്താണ് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഫാക്ട്സ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. നോക്കിയേക്കാം. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം. ആറളം പൂമ്പാറ്റകളാണ്. സൈലൻറ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. സൈലൻറ്റ് വാലി ഓഫ് കണ്ണൂർ ആറളമാണ്. നെക്സ്റ്റ് വൺ, പൂമ്പാറ്റകളുടെ ദേശാടനം ഇവിടെ വരുന്നുണ്ട്, ആറളം. ഓക്കെ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലൻറ്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളം. തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായ ജോഡികൾ. അറിയാലോ, കബനി, പാമ്പാർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് വൺ, വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ശാസ്താംകോട്ട. താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? ഓപ്ഷൻ സി കോട്ടയം. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിൽ ആണ്? ഓപ്ഷൻ സി പത്തനംതിട്ട. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ്. വീതി കുറവും കായലും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. കിഴക്കൻ തീരസമതലം എന്നാണ്. ഇവിടുത്തെ ആൻസർ നമ്മുടെ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ. ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉമാണ് ശരിയല്ലാത്തത്. 3ഉം 4ഉം. അപരദന തീവ്രത കുറവ്, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. ഹിമാലയൻ നദികളാണ് ചോദിക്കുന്നത് അല്ലേ? അപരദന തീവ്രത കുറവും വൃഷ്ടിപ്രദേശം കുറഞ്ഞതുമാണ് ശരിയില്ലാത്തത് അല്ലേ? അപ്പോൾ കൂടുതലും വൃഷ്ടിപ്രദേശം കൂടുതലുമുണ്ട് ഹിമാലയത്തിന്. ഓക്കെ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ആൻസർ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ്. നവശേവയും കാണ്ടിലയും. നവശേവയും കാണ്ടിലല്ലേ? കാണ്ടില ഗുജറാത്ത് ഭാഗത്ത് വരില്ലേ? ഈസ്റ്റ് ഭാഗത്ത്. ഈസ്റ്റല്ല, പടിഞ്ഞാറല്ലേ? വെസ്റ്റ് ഭാഗം. ഈസ്റ്റ് ഇവിടെ ആണ് പടിഞ്ഞാറല്ലേ? ഇന്ത്യ ആണെങ്കിൽ ഇത് കിഴക്ക് വരും. അതാ ഉദ്ദേശിച്ചത്. ഓക്കെ.
താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന മലനിരകൾ കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 3 മീൻസ് കാരക്കോറം ആൻഡ് സസ്കർ അല്ലേ. കാരക്കോറം ആൻഡ് സസ്കർ ആണെന്ത്? ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ. കാരക്കോറം ആൻഡ് സസ്കർ ആണെന്ത്? ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ. നെക്സ്റ്റ് വൺ, ഈ നദിയുടെ പോഷക നദിയാണ് കബനി. ആൻസർ കാവേരി. ഓപ്ഷൻ സി കാവേരി. നെക്സ്റ്റ് വൺ, 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഫൈനൽസിൽ വന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യ ആൻഡ് ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും. ഓക്കെ. നെക്സ്റ്റ് വൺ, 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി ആരാണ്? അല്ലേ, വ്യക്തി ആരാണ്? വയലാർ അവാർഡ് നേടിയ വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പി. 2023 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പി. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് വൺ, 18 ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. 18 ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ആരാണിത്? പ്രതിപക്ഷ നേതാവ് ഓപ്ഷൻ സി രാഹുൽ ഗാന്ധി. 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണിപ്പോൾ? രാഹുൽ ഗാന്ധി. നെക്സ്റ്റ് വൺ, 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഏതാണത്? ബ്രസീൽ. ഓക്കെ, ബ്രസീൽ. ഓപ്ഷൻ ബി ആണ് ബ്രസീൽ. ഓപ്ഷൻ ബി ആണ് ബ്രസീൽ. അടുപ്പിച്ച് 4 GK അല്ലേ. കറണ്ട് അഫയർ. താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? ദേശീയ വരുമാനമായി കണക്കാക്കുന്നത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖല അല്ലേ. കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖലയാണ് ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. നെക്സ്റ്റ് വൺ, കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1 3 നോക്കുക. കത്തി, കരി, താടി അല്ലേ. നെക്സ്റ്റ് വൺ, പച്ചയും മിനുക്കും അല്ലേ. കത്തി, കരി, താടി, പച്ച, മിനുക്ക്. 1 3 ആണ് വേണ്ടത് അല്ലേ. ഒന്ന് നോക്കിയാൽ കത്തി, കരി, താടി, പച്ച, മിനുക്ക്. ഓക്കെ. കളിക്കാരുടെ എണ്ണം 11 നീട്ടിയിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളികളിലാണ്? 11 കളിക്കാരുടെ നമ്പർ 11 വരുന്നത് ഏതൊക്കെ കളികളിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 3 മീൻസ് ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ അല്ലേ. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ ആണ് അല്ലേ. 1 3 ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോളിലും 11 പേര് വെച്ചിട്ടാണ് കളിക്കാർ വേണ്ടത്. താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. രാത്രിമഴ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്? ഹിലാരി ക്ലിൻ്റൺ, ബരാക് ഒബാമ, ജോ ബൈഡൻ, ഡൊണാൾഡ് ട്രംപ്. ഹിലാരി ക്ലിൻ്റൺ. ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി 3 മാത്രം. ഹിലാരി ക്ലിൻ്റൺ മാത്രമാണ് ആ പദവി വഹിക്കാത്തത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എത്രയാണ്? ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 75 രൂപ. ഓപ്ഷൻ എ 75 രൂപ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ പഴയ
പാർലമെൻറ്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി സംവിധാൻ സദൻ. ഓപ്ഷൻ സി സംവിധാൻ സദൻ. അടുത്തത് ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗ്രേറ്റ് ഇസ്രയേൽ. ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇസ്രയേൽ. നെക്സ്റ്റ് വൺ 52. താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആൻ ഫ്രാങ്ക്. ജൂൺ 12 ആൻ ഫ്രാങ്ക്. നെക്സ്റ്റ് വൺ ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പുല്ല്. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? ആൻസർ ഓപ്ഷൻ ബി, തെങ്ങ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ്? ഓപ്ഷൻ ഡി, കരൾ. വായ്പുണ്ണ് ഏത് ജീവകത്തിൻ്റെ കുറവുകൊണ്ടുണ്ടാകുന്നതാണ്? വായ്പുണ്ണ് ഏത് ജീവകത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ജീവകം ബി. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജീവകം ബി. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ദേശീയ പാർക്ക് സൈലൻറ്റ് വാലി. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ്. ആൻസർ ഓപ്ഷൻ ബി, ശാസ്ത്രജ്ഞർ. ഓപ്ഷൻ ബി, ശാസ്ത്രജ്ഞരാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ്. നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. താഴെ പറയുന്നവയിൽ ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി, 1 ഉം 4 ഉം. നീല രക്തത്തെ ചുവപ്പാക്കുന്നു. pH മൂല്യം 7 കുറവാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2 സമുദ്രദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിലുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 5. ഓപ്ഷൻ സി ആണ്, 5. നെക്സ്റ്റ് വൺ താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആസാം. നെക്സ്റ്റ് ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം? ആട്ടുകെട്ടലിൻ്റെ ചലനം, ഫാനിലെ ദളങ്ങളുടെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, സൈക്കിളിൻ്റെ ചക്രങ്ങളുടെ ചലനം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2, 4. നെക്സ്റ്റ് വൺ ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ, ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ ഹെൻറി കാവൻഡിഷ്. നെക്സ്റ്റ് വൺ ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, യുജിൻ സെർനർ. യുജിൻ സെർനർ ആണ്. യുജിൻ ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആള് യുജിൻ സെർനൻ. ലോക ജലദിനം എന്നാണ്. ലോക ജലദിനം മാർച്ച് 22. ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരി ഏതാണ്? ജലദോഷം വൈറസ്. ഓപ്ഷൻ എ, വൈറസ്. ഏതിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഏഡിസ് കൊതുകുകൾ. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഓപ്ഷൻ ബി, HIV. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? ഓപ്ഷൻ സി, 120/80 mmHg. മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? 206. നെക്സ്റ്റ് വൺ പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ്?
ഓപ്ഷൻ ഡി ഇനാമൽ. ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? ആൻസർ ഓപ്ഷൻ എ 72 തവണ. ഓപ്ഷൻ എ 72. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് ആൻസർ ഓപ്ഷൻ സി ബ്രോങ്കൈറ്റിസ്. ഓപ്ഷൻ സി ബ്രോങ്കൈറ്റിസ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ടൈഫോയിഡ്. ഓപ്ഷൻ ഡി ടൈഫോയിഡ്. നെക്സ്റ്റ് വൺ, കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്താണ്? ഓപ്ഷൻ ഡി മൃതസഞ്ജീവിനി. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയെ ആണ്? ഓപ്ഷൻ എ വരയാട്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഓപ്ഷൻ ബി ഹോർട്ടിക്കൾച്ചർ. പവിത്ര, അന്നപൂർണ, ക്രിസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങൾ ആണ്? ആൻസർ ഓപ്ഷൻ ഡി നെല്ല്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ച് നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് ഓപ്ഷൻ സി കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. നെക്സ്റ്റ് വൺ, 213:8 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1. ഇരുപത്തിനാല് 15 36 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി 97 20 9720. നെക്സ്റ്റ് വൺ, 527.864 എന്ന ദശാംശസംഖ്യയിൽ എത്ര നൂറിലൊന്നുകൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ ഡി 6. ഓപ്ഷൻ ഡി ആണ് 6. 7 2 5 4 മടങ്ങ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 39.375. നെക്സ്റ്റ് വൺ, 36 × 24. ഓപ്ഷൻ സി ആണ് നേരത്തെ ആൻസർ. പോയിൻ്റ് ആണോ കോമയാണോന്ന്? നെക്സ്റ്റ് വൺ, ഓപ്ഷൻ സി ആണ് ആൻസർ 85. 36 × 24 = 864 ആയാൽ 0.036 × 2.4 എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 0.0864. നെക്സ്റ്റ് വൺ, 75-ൻ്റെ 20% 180-ൻ്റെ 45% തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്താണ്? ആൻസർ ഓപ്ഷൻ ബി 96. 30,000 രൂപയ്ക്ക് 50% നിരക്കിൽ രണ്ടും 1/2 വർഷത്തെ 2.5 വർഷത്തെ സാധാരണ പലിശ എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 11,250. √0.0676 = 0.26. 26 ആയാൽ 0.026 സ്ക്വയർ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 0.000676. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 72 km/h = -m/s. ഓപ്ഷൻ സി 20. ഒരു ബാഗ് 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 120 രൂപ നഷ്ടം വന്നുവെങ്കിൽ നഷ്ടശതമാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 20%. 1/3-നും 1/2-നും ഇടയ്ക്കുള്ള ഒരു ഭിന്നസംഖ്യ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി 5/12. 02814 -34 ഡാഷിലെ സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി 24. ELFA GLHA ILJA -MLN ഡാഷിൽ വരുന്ന ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് KLL
ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, 1985 ഡിസംബർ 25 ബുധനാഴ്ച ആയാൽ 1988 ജനുവരി 2 ഏത് ദിവസം ആയിരിക്കും? ആൻസർ ഓപ്ഷൻ സി, ശനി ആയിരിക്കും. ഇന്ത്യ രൂപ ജപ്പാൻ ഏതാണ്? 95. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, എൻ. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? 1, 36, 125, 512 കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 36. രാമുവിന് ക്ലാസ്സിൽ 14ാം റാങ്കുണ്ട്. ക്ലാസ്സിൽ 45 കുട്ടികളുണ്ട് എങ്കിൽ അവസാനത്തു നിന്നും നോക്കിയാൽ രാമുവിൻ്റെ റാങ്ക് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 32. ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 16. നെക്സ്റ്റ് വൺ, 2 വർഷം മുമ്പ് അമ്മയ്ക്ക് മകൻ്റെ 4 മടങ്ങ് പ്രായം ഉണ്ട്. 2 വർഷം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മകൻ്റെ 3 മടങ്ങ് പ്രായമാകും എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 10. ഒരു കോഡ് ഭാഷയിൽ ലോട്ടസ് എന്ന വാക്കിനെ 26437 എന്ന് എഴുതിയാൽ അതേ കോഡ് ഭാഷ ഉപയോഗിച്ച് TULSO എന്നത് എങ്ങനെ എഴുതാൻ പറ്റും? ആൻസർ ഓപ്ഷൻ സി, 43276 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.